ഹായ് ഫ്രണ്ട്സ്, ആദൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഖില. നമ്മളുടെ കുട്ടികളിൽ ഇപ്പോൾ അമിതമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ. കാർട്ടൂൺ അമിതമായിട്ട് കാണുക. എല്ലാ പാരൻസിനും ഇപ്പോഴുള്ള കംപ്ലൈൻ്റാണ്. കുട്ടികൾ എപ്പോഴും ഫോണിലാണ്. ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിലും ആ പേരും പറഞ്ഞ് ഫോൺ എടുത്ത് കാർട്ടൂൺ കാണുക, ഗെയിം കളിക്കുക, പഠിക്കുന്നില്ല, പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, വാശി പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ തന്നെ കണ്ണിന് പ്രശ്നമായിട്ട് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരുപാട് നമുക്ക് കാണാം, കണ്ണട വെച്ചിട്ടൊക്കെ. അപ്പം നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാം, അതിനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ടൈമിൽ മൊബൈൽ ഫോൺ ഒഴിവാക്കുക. കാരണം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുന്ന ടൈമിൽ കൂടി ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും മനസ്സിനൊരിതുണ്ടാവും, അച്ഛനും അമ്മയും ഏത് സമയം ഫോൺ നോക്കിയിരിക്കുമ്പോൾ അപ്പോൾ അതിലെന്തോ ഉണ്ട്, അപ്പോൾ എനിക്കും അത് കാണണം എന്നൊരു ക്യൂരിയോസിറ്റി കുഞ്ഞുമക്കൾക്ക് വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരുന്ന ആ ക്യൂരിയോസിറ്റി അവർക്ക് കുറയും. അടുത്തതെന്ന് പറയുന്നത് അവരെ എപ്പോഴും നമ്മളെ എൻ്റർടൈനാക്കി ഇരുത്താൻ അവർക്ക് ടോയ്സ് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബുക്സ് മേടിച്ചു കൊടുക്കാം, പസിൽ ഗെയിംസ് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു കളികൾ അവരുടെ കൂടെ കളിക്കാം. മൊബൈൽ ഫോണും കാർട്ടൂണും ഒഴികെ അവരെ എൻ്റർടൈനാക്കി ഇരുത്താൻ, അതായത് ബുക്സിന് മെയിൻ റോള് തന്നെയുണ്ട് കുട്ടികളുമായിട്ട്. അതായത് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ തന്നെ നമ്മൾ ബുക്സുമായിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കാം എന്നുണ്ടെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്ന അവർക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക, അവരുടെ കൂടെ നമ്മളെപ്പോഴും അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക. അവർക്കൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഫോൺ കാണണം, കാർട്ടൂൺ കാണണം എന്നൊക്കെ അവർക്ക് തോന്നുന്നത്. ചെറിയ കുട്ടികളുടെ കൂടെ ആന കളിക്കുക, അവർ കാണുന്നുണ്ടായ കാർട്ടൂൺസിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക, കളിക്കുക, കഴിയുന്നതും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഥകളും പാട്ടുകളും പാടിക്കൊടുക്കുക. പാട്ടുകളൊക്കെ വിഷ്വൽ കാണാതെ, അതായത് ഹോം തിയേറ്ററൊക്കെ യൂസ് ചെയ്ത് പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കുമ്പം അവർ ആ പാട്ടുകൾ പാടുകയും അതിനൊത്ത് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ എപ്പോഴും എൻ്റർടൈനായിട്ട് ഇരിക്കുകയും ചെയ്യും. അടുത്തതെന്ന് വെച്ചാൽ കാർട്ടൂൺ അവർ കാണുകയാണെങ്കിൽ തന്നെ അതിന് നമ്മളൊരു കൃത്യ ടൈമിങ് വയ്ക്കുക. ഒരു ഫിക്സ്ഡ് ടൈമിൽ അവർക്ക് കാർട്ടൂൺ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫോൺ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് പ്രശ്നങ്ങളായിരിക്കും, കരച്ചിലായിരിക്കും, ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഡേ ബൈ ഡേ അവർ മനസ്സിലാക്കും. അപ്പം ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അവർ കരയുമ്പോൾ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഒരു ഓപ്ഷൻ വയ്ക്കുകയാണ്, ഇനി ഇത് മതി, വാ നമുക്ക് കളിക്കാലോ എന്ന് പറഞ്ഞ് നമുക്കവരെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യാം. അവർ വേറെ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുത്തുക. പിന്നെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. ഫോൺ അമിതമായിട്ട് കാണുമ്പോൾ നിൻ്റെ കണ്ണിനത് കേടാണ്, പിന്നീട് നിനക്ക് കണ്ണട വയ്ക്കേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അതവർ മനസ്സിലാക്കും. കുട്ടികളുടെ ഈ പ്രായം എന്ന് പറയുന്നത് നല്ലൊരു പ്രായമാണ്, എന്തും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ അവർക്കത് മനസ്സിലാവണമെന്നില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാക്കും. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെന്തെങ്കിലും കാര്യം ചെയ്താൽ തന്നെ അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് സർപ്രൈസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ അവരനുസരിക്കാൻ തുടങ്ങും. അപ്പോൾ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പാരൻസിൻ്റെ മറ്റൊരു കംപ്ലൈൻ്റാണ് കുട്ടികൾ ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ നിർബന്ധമെന്ന്. അത് നമ്മൾ തന്നെയാണ് കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കിയത്. കാരണം അവർ കഴിക്കാതിരുന്നപ്പം നമ്മൾ ഫോൺ കൊടുത്തു, പിന്നെ അവർക്കത് ശീലമായി. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുക എന്ന് വെച്ചാൽ നമ്മൾ അവരെ ഫോണിലല്ലാതെ വീടിന് പുറത്ത് എന്തെങ്കിലും ചെടിയോ പൂക്കളെയോ പക്ഷികളെയോ ഒക്കെ കാണിക്കുക, അല്ലെങ്കിൽ അവർ കളിക്കുന്നതിനിടയിൽ കുറച്ചായി ഭക്ഷണം കൊടുക്കാൻ നോക്കുക. അങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ തീർച്ചയായും ഫോൺ അഡിക്ഷനിൽ നിന്ന് മാറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.